Berkehayo tazubo wataye mauto wasa Sadam നേരിയ ആചാര്യന്മാരും മഹിമയെ നിന്നയവാന്മാരും അഭിഷക്തമുഖം ധരിപ്പിക്കല്ലേ മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഇപ്പോൾ ഉച്ച നമസ്കാരം തുടർന്ന് ദേവാലയത്തിലുള്ള വിടവാങ്ങൽ ശുശ്രൂഷ നടത്തപ്പെടുന്നതാണ്. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു.
നിന്റെ പരിശുദ്ധവുമായി ഇപ്പോഴും എല്ലാ സമയത്തും
രക്ഷിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ കൃപയിലും കരുണയിലുമല്ലാതെ ഞങ്ങൾക്ക് വേറെ ശരണവും ആശ്രയവുമില്ല. കർത്താവായ യേശുമിശിഹ സങ്കടകരമായ കണ്ണുനീരോടുകൂടെ നിന്റെ ദൈവത്വത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വർണ്ണിക്കപ്പെടാവതല്ലാത്ത നിന്റെ ആഗ്രഹകരണങ്ങളാൽ ഞങ്ങളുടെ ജീവകാലമൊക്കെ ഞങ്ങളുടെ ബലഹീനതയ്ക്ക് നീ സഹായിക്കണമേ. അശുദ്ധ പിശാചുക്കളുടെ ഭക്ഷണത്തിൽ നിന്ന് ഞങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കണമേ. നിന്റെ കൃപയാൽ ഞങ്ങളുടെ സർവ്വകുറ്റങ്ങൾക്കും പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും നിന്റെ സന്നിധിയിൽ നിന്ന് മോചനം നൽകണമേ. ദീർഘക്ഷമയുള്ളവനും കൃപയും സത്യവും വളരെ ഉള്ളവനുമായ ദൈവമേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ബലഹീനതയിലേക്ക് നീ തിരിഞ്ഞു നോക്കണമേ. കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളുടെ ബലഹീനതകളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തുവെന്ന് പിശാചുക്കൾ കൊണ്ട് ലജ്ജിപ്പാനും നിന്റെ പരിശുദ്ധ തിരുനാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തുവാനുമായിട്ട് നിന്റെ കൃപയാൽ കാരുണ്യത്തിന്റെ നല്ല അടയാളം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. ആമേൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു.
പ്രധാനപ്പെട്ടവരെ ഈ സമയത്ത് നമ്മുടെ വൈദിക സെമിനാരി ഫോർമൽ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ അല്പസമയം അനുസ്മരണ സംഘം നടത്തുന്നു. അഭിവന്ദരായ പിതാക്കന്മാരെ, ഏറ്റവും ബഹുമാന്യരായ വൈദിക സഹോദരന്മാരെ, കർത്താവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കളങ്കമില്ല എന്ന് കർത്താവ് തൻ്റെ അടുക്കലേക്ക് വന്ന ഒരു ശിഷ്യനെ കുറിച്ച്, നഥനയെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ കർത്താവ് പറയുന്നത്, ഇതാ എൻ്റെ വിനീതനും വിശ്വസ്തനുമായ ദാസൻ, ഇവനിൽ കളങ്കമില്ല എന്ന് നമ്മുടെ പ്രിയപ്പെട്ട ബർന്നബാസ് തിരുമേനിയെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന അനേകം ശിഷ്യന്മാരുണ്ട് തിരുമേനിയുടെ. അവരുടെ എല്ലാം ഹൃദയത്തിൽ എന്താണ് ഇപ്പോഴുള്ള വികാരം എന്ന് എനിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഞാനും തിരുമേനിയുടെ എളിയ ശിഷ്യനാണ്. അഭിവന്ദന ഉസ്താദ് തിരുമേനിക്ക് ശേഷം ബർന്നബാസ് തിരുമേനിയും കടന്നു പോകുമ്പോൾ ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ എന്തൊക്കെയോ ഇടിഞ്ഞ് തകർന്നു പോകുന്നത് പോലെ തോന്നുന്നു. തിരുമേനിയുടെ ശിഷ്യനായ ബോംബെയിലെ അഭിവന്ദന ഗുരുലോസ് തിരുമേനി ഇന്നലെ വൈകിട്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ബർന്നബാസ് തിരുമേനി അമേരിക്കയിൽ ചെന്നപ്പോൾ, അവിടുന്ന് പോരുമ്പോൾ അവിടുത്തെ അനേകം യുവജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയ പ്രതിച്ഛായ അദ്ദേഹം സൃഷ്ടിച്ചു. അവർ അദ്ദേഹത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും അവികസിതമായ സ്ഥലമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇടുക്കിയിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വികസിതമായ രാജ്യത്തിൻ്റെ അതിപ്രശസ്തമായ സാംസ്കാരിക തലസ്ഥാനമായ ന്യൂയോർക്കിലേക്കാണ് തിരുമേനിയെ സഭ അയച്ചത്. ഏറ്റവും പഴഞ്ചനെന്നോ പഴയ തലമുറയിൽപ്പെട്ടയാളെന്നോ ഒക്കെ പലരും വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരാളിനെയാണ് 21ാം നൂറ്റാണ്ടിലെ യുവജനങ്ങൾ ആരാധിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിലെ വൈരുദ്ധ്യം, ആ വൈരുദ്ധ്യത്തിന് പുറകിലുള്ളതായ ആധ്യാത്മിക അർത്ഥം എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. അഭിവന്ദനായ തിരുമേനി ഒരിക്കലും തിളക്കങ്ങളിൽ അഭിരമിച്ചിരുന്നയാളായിരുന്നില്ല. അദ്ദേഹത്തിന് കർത്താവിൻ്റെ മരക്കുരിശിൻ്റെ പാരുഷ്യമാണ് തൻ്റെ ബാഹ്യമായ രീതികളിൽ അദ്ദേഹം പ്രദർശിപ്പിച്ചത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ, സഹാനുഭൂതിയുടെ ആർദ്രമായ ഒരു വലിയ പ്രവാഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പടിയിലും കൊടിയിലും അതിൻ്റെ തിളക്കങ്ങളിൽ ഒരിക്കലും വിഭ്രമിച്ചില്ല. അത് നിങ്ങൾക്കിപ്പോൾ കാണാം. അദ്ദേഹം കാറിൻ്റെ തിളക്കത്തിലും വേഷങ്ങളുടെ വർണ്ണവൈവിധ്യത്തിലും അതിൻ്റെ തിളക്കങ്ങളിലും വിഭ്രമിച്ചില്ല. അദ്ദേഹം നാണയത്തിൻ്റെ കിലുക്കങ്ങളിൽ വിഭ്രമിച്ചില്ല. പുതിയ നോട്ടിൻ്റെ സീർക്കാലങ്ങളിൽ വിഭ്രമിച്ചില്ല. അങ്ങനെ ഒന്നിലും വിഭ്രമിക്കാതെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുകയും നല്ല മാതൃക കാണിക്കുകയും ചെയ്ത ഒരു മഹാപുരോഹിതനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിൽ സ്വീകാര്യനാണ്. നന്മ ആഗ്രഹിക്കുന്നവർക്ക്, ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഭാവിയെ പ്രതീക്ഷിക്കുന്നവർക്ക് അദ്ദേഹം അതുല്യനായ മാതൃകയാണ്. വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അദ്ദേഹം ഞങ്ങളുടെ വാർഡനായിട്ട്, ഗുരുവായിട്ട്, പിന്നെ സഹപ്രവർത്തകനായിട്ട് ഒക്കെ എത്രയോ വർഷങ്ങൾ ഞങ്ങളെ മേയിച്ച് നയിച്ച ആളാണ്. ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ മുഖം പരുഷമായി, അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് ഒരു പരുഷമായ വാക്ക് കേൾക്കുവാൻ ഇടയായിട്ടില്ല എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി, ദൈവത്തിന്റെ മഹാകൃപയായി ഈ എളിയ ശിഷ്യനായ ഞാൻ കരുതുന്നു. അദ്ദേഹം എന്നും സ്നേഹത്തിന്റെ വലിയൊരു ഉറവയായിരുന്നു. പുറമെ നോക്കുമ്പോൾ അദ്ദേഹം കോമളരൂപിയായിരുന്നില്ല. നമ്മുടെ കർത്താവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചതുപോലെ അദ്ദേഹം ക്ഷീണിച്ചവനെ പോലെ ഇരുന്നു. അദ്ദേഹത്തിന് ബാഹ്യമായ സൗന്ദര്യം ഉണ്ടായിരുന്നില്ല, വലിയ ആചാരബാഹുവായിരുന്നില്ല, വാഗ്വിലാസം ഉണ്ടായിരുന്നില്ല, ബുദ്ധിയുടെ അത്യുന്നതമായ മേഖലകളിലേക്കൊന്നും അദ്ദേഹം കടന്നില്ല.
ഈ ലോകത്തിൽ നിസ്സാരനായി ജീവിച്ചു. അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ നമ്മുടെ കർത്താവ് തന്റെ മഹത്വം വെടിഞ്ഞിട്ട് മനുഷ്യരൂപത്തിലായി ദാസവേഷം അണിഞ്ഞു എന്ന് പൗലോസ്ലീഹ പറഞ്ഞത് അതാണ് വാസ്തവത്തിൽ ഈ പിതാവിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇതാ ദൈവത്തിന്റെ സ്വരൂപം, ദൈവത്തിന്റെ മഹത്വം വെടിഞ്ഞ് നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ ദാസരൂപം എടുത്തിരിക്കുന്നു, നിന്ദ്യമായ രൂപം എടുത്തിരിക്കുന്നു എന്ന് നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. അതിന്റെ എത്രയോ ആളുകൾ നിന്ദിച്ചിട്ടുണ്ട്. നമ്മുടെ വലിയ പ്രമാണിമാർ, നമ്മുടെ വലിയ മഹാപുരോഹിതന്മാർ, നമ്മുടെ ഈ ലോകത്തിലെ വലിയ ആളുകൾ ഒക്കെ അദ്ദേഹത്തെ പലപ്പോഴും അവഗണിച്ചതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം അത്രയധികം നിന്ദ്യമായ ഒരു ബാഹ്യ രൂപവും ഒക്കെ ആയിരുന്നു അദ്ദേഹം അണിഞ്ഞിരുന്നത്. അത് നമ്മുടെ കർത്താവിന്റെ രൂപമായിരുന്നു. കർത്താവിനെ ആളുകൾ അങ്ങനെ അപമാനിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയുകയും ഇങ്ങനെ വിശന്നും ദാഹിച്ചും അലഞ്ഞു നടന്നിരുന്ന ആ കർത്താവിനെ പോലെ നമ്മുടെ ഈ തിരുമേനിയും ദാസരൂപം എടുത്തു വേഷത്തിൽ കർത്താവിനെ പോലെ പൂർണ്ണ മനുഷ്യനായി വിളങ്ങി എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. മനുഷ്യത്വത്തിന്റെ എല്ലാ വശങ്ങളും അദ്ദേഹത്തിൽ കാണുവാനാണ് പലരും ശ്രമിച്ചത്. പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് നമുക്ക് മനസ്സിലാകും, ഈ മനുഷ്യൻ വിശുദ്ധിയുടെ പര്യായമായിരുന്നു, ദൈവ തേജസ്സിന്റെ പ്രതിരൂപമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. നഥാനിയേലിനെ പോലെ ഇതാ കളങ്കമില്ലാത്ത ഒരു മഹാപുരോഹിതൻ, കളങ്കമില്ലാത്ത ദൈവദാസൻ എന്ന് നമുക്ക് എല്ലാവർക്കും പറയാൻ ഇടയാകും. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആർദ്രതയുണ്ടായിരുന്നു. ഒരിക്കൽ നേരിട്ട് കണ്ടതാണ്. അന്ന് വലിയ സെമിനാരിയിലെ മിഷനിയിൽ ജോലി ചെയ്യുന്ന ഒരാളിന്റെ കാലൊന്നും മുറിഞ്ഞു. തിരുമേനി പെട്ടെന്ന് അവിടെ ഓടിച്ചെന്ന് നിരത്തിരുന്ന് കാല് പരിചരിക്കുകയും മരുന്ന് വെച്ച് മുറിവ് കെട്ടുകയും ചെയ്യുന്നത് കണ്ടതാണ്. ഒരു ചെറിയ ലേഡീസ് സൈക്കിളിൽ ദിവസവും കോട്ടയം ഡിസ്ട്രിക്ട് ആശുപത്രിയിൽ പോവുകയും 4 മണിക്ക് പോവുകയും കൃത്യം 6 മണിക്ക് മുൻപായി വിയർത്തുവെച്ച് സെമിനാരി ചാപ്പലിൽ വരികയും ചെയ്യുന്നത് ഞങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് മാത്രം മുറിയിലെ ഫാനിൽ ചിരന്തി വല കെട്ടുമായിരുന്നു. കാരണം എത്ര ചൂടുണ്ടെങ്കിലും ആ ഫാൻ അദ്ദേഹം ഉപയോഗിക്കുകയില്ലായിരുന്നു. അപ്പോൾ വേഷത്തിലും ഭക്ഷണത്തിലും പെരുമാറ്റത്തിലും എല്ലാം അതീവ ലാളിത്യം പുലർത്തിയ ഈ തിരുമേനിയുടെ മാതൃക നഷ്ടപ്പെട്ടു പോകരുതേ എന്ന് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന. കാരണം നമ്മുടെ യുവജനങ്ങൾ കുറെ പേരെങ്കിലും, നമ്മുടെ വൈദിക വിദ്യാർത്ഥികൾ കുറെ പേരെങ്കിലും തിളക്കങ്ങളിൽ അഭ്യമിക്കുന്നവരാകാം. അവരെ തിളക്കങ്ങളിലേക്ക് വശീകരിക്കുന്ന മാതൃകകളാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ദയവായി നമ്മുടെ ഈ തിരുമേനിയുടെ മാതൃക നഷ്ടപ്പെടുത്തരുത്. എനിക്ക് അഭ്യന്തനായ ഇവാനിയോസ് തിരുമേനിയോട് അഗാധമായ നന്ദിയുണ്ട്. കാരണം ഈ തിരുമേനിയെ പാമ്പാടി തിരുമേനിയുടെ ആസ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ഒരു അഭ്യന്തനായ ഇവാനിയോസ് തിരുമേനിയെ തോന്നിപ്പിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഈ പാമ്പാടി തിരുമേനിയുടെ പാരമ്പര്യമാണ് നമ്മുടെ ഭർണവാസ് തിരുമേനിക്കുള്ളത്. ഇന്നലെ അദ്ദേഹത്തെ പരിചരിച്ച, സ്നേഹപൂർവ്വം പരിചരിച്ച കുട്ടികളോട് ഞാൻ സംസാരിച്ചു. അവർ പറഞ്ഞു, തിരുമേനി അവിടെ നോക്കുമ്പോൾ വഴിയെ പോകുന്നവരെല്ലാവരെയും വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ അവരോട് പറയും, കാക്കകൾക്ക് പോലും ചോറ് കൊടുക്കാൻ പറയും എന്നവർ പറഞ്ഞു. അതാണ് പാമ്പാടി തിരുമേനിയുടെ ആത്മാവ്. അതാണ് സഹാനുഭൂതിയുടെ ദൈവം മനുഷ്യനായി തീർന്നപ്പോൾ എന്താണ് പാപികളായ നമ്മോട് കാണിച്ചത്? ആ അനുഭവത്തിന്റെ, ആ സഹാനുഭൂതിയുടെ അടയാളമാണ്. അതുകൊണ്ട് അത് വലിയ അനുഭവമാണ്. ഈ കോട്ടയം ഭദ്രാസനത്തിന് മാത്രമല്ല, സഭയ്ക്ക് മുഴുവനും വലിയ ധന്യമായ അനുഭവമാണ് തിരുമേനി ഇവിടെ വന്നത്. ഇപ്പോൾ തിരുമേനി നമ്മുടെ യാത്ര പറയുന്നു. പക്ഷെ നമുക്ക് നല്ല മാതൃക തിരുമേനി വെച്ചിരിക്കുന്നു. ആ മാതൃക നമുക്ക് പിൻപറ്റാം. ഞങ്ങളുടെ എല്ലാം ആരാധ്യനായ ഈ ഗുരുവിനെ ഞങ്ങൾ ഹൃദയത്തിൽ ഞങ്ങൾ നെഞ്ചിലേറ്റുന്നു. അദ്ദേഹം ബാഹ്യമായി ഭൗതികമായി അപ്രത്യക്ഷനായാലും അദ്ദേഹം കാണിച്ച നല്ല മാതൃകയും അദ്ദേഹത്തിന്റെ നല്ല വാക്കുകളും എല്ലാത്തിനും ഉപരിയായി ദൈവത്തിന്റെ പുത്രൻ മനുഷ്യാവതാരം ചെയ്തതിന്റെ മാതൃകയിൽ അദ്ദേഹവും ഇവിടെ മനുഷ്യാവതാരം ചെയ്തു. മനുഷ്യാവതാരത്തിന്റെ എല്ലാ ഹീനമായ അല്ലെങ്കിൽ ലോകപ്രകാരം അത്ര വലുതല്ലാത്ത കാര്യങ്ങളെല്ലാം അദ്ദേഹവും തന്റെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ഈ പിതാവിന്റെ ഓർമ്മ ധന്യമായി തീരട്ടെ. വിശ്വസ്തനും സത്യസന്ധനുമായ എന്റെ ദാസ, നീ പിതാവിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുക എന്ന് നമ്മുടെ കർത്താവ് ഈ തന്റെ ദാസനോട് പറയുന്ന ശബ്ദം നമുക്ക് കേൾക്കുകയും ചെയ്യാം. ദൈവം സഹോദര പുരോഹിതന്മാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, സഹോദരങ്ങളെ, കാലം ചെയ്ത മാത്യൂസ് മാർ ബർണാബാസ് തിരുമേനി
എന്തായിരുന്നുവെന്ന് ഏതാനും അക്ഷരങ്ങളിലൂടെ, വാക്കുകളിലൂടെ ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛൻ ഇവിടെ വരച്ചു വച്ചിരിക്കുന്നു. അതിൽ നിന്ന് ഒരു അക്ഷരം പോലും എടുത്തു മാറ്റുവാൻ തക്കവണ്ണം ഞാൻ ശക്തനല്ല, മാറ്റുവാൻ നിവൃത്തിയുമില്ല. ഞാനെന്നല്ല, ആർക്കും സാധിക്കുകയില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നത് കാലം ചെയ്ത തിരുമേനിയെക്കുറിച്ച് അനുസ്മരിക്കുക എന്നതിനേക്കാൾ ഉപരിയായി തിരുമേനിയുടെ ഈ അവസാന കാലഘട്ടത്തിൽ തിരുമേനിയുടെ ജീവിതവും തിരുമേനിയെ പരിചരിച്ച സാഹചര്യവും അതേക്കുറിച്ച് ഒന്ന് അനുസ്മരിക്കുവാൻ കൂടി ആകും. ഞാനും അഭിമന്യ ബർണാബാസ് തിരുമേനിയുടെ ശിഷ്യഗണത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ്. ഒത്തിരി ഒത്തിരി ഓർമ്മകൾ ഞങ്ങളെല്ലാവരുടെയും മനസ്സുകളിലൂടെ ഒരു പ്രവാഹം പോലെ തന്നെ ഒഴുകി വരുന്നുണ്ട്. അതൊന്നും ഇവിടെ ഇപ്പോഴ് പറയാൻ തക്കവണ്ണമുള്ള സന്ദർഭമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉണ്മയിൽ തന്നെ നിറഞ്ഞ നന്മ ഉണ്ടായിരുന്ന ഒരു പിതാവാണ്. ആ ഉമ്മ, തിരുമേനിയുടെ ഉമ്മയിലുള്ള പ്രകാശം, നന്മ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ, തിരുമേനിയുമായി ബന്ധപ്പെട്ടിരുന്നവരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നേരത്തെ അച്ഛൻ ഓർപ്പിച്ചതുപോലെ തിരുമേനിയുടെ പ്രത്യേകതകളിൽ പലപ്പോഴും ഈ പ്രത്യേകതകളെ കുറിച്ച് ചില ചിന്തകൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു ശരിയായ വ്യക്തിത്വത്തിൽ കാണുന്ന പ്രകാശം, നന്മ നിറഞ്ഞ ഉമ്മ, ഇതൊക്കെ തിരുമേനിയുടെ അടിസ്ഥാന സ്വഭാവങ്ങളായിരുന്നു. ഒരു കാര്യം മാത്രം ഞാനത് ഓർമ്മിക്കുകയാണ്. തിരുമേനി ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ സെമിനാരി പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ഒന്ന് സംസാരിക്കണമെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങൾ, ആഴ്ചകൾ കാത്തിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു വാചകമോ രണ്ട് വാചകമോ തിരുമേനിയുടെ അടുത്ത് ചെന്ന് പറയാനുള്ള ഒരു അവസരം വിദ്യാർത്ഥികളായി ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞങ്ങൾ തിരുമേനിയെ ഒരു അമാനുഷിക വ്യക്തിത്വമായിട്ട് കണ്ടിരുന്നൊരു കാലം. ആ തിരുമേനി പ്രിൻസിപ്പലായിരിക്കുമ്പോൾ ഈ ബർണാബാസ് തിരുമേനി വാർഡനായിരിക്കുന്ന ഒരു കാലം. സന്ധ്യാ നമസ്കാരം കഴിഞ്ഞ് 7 മണി ആകുമ്പോൾ വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ സ്റ്റഡി ടൈമുണ്ട്. ഈ സ്റ്റഡി ടൈം തുടങ്ങിയാൽ എല്ലാവരും അവരവരുടെ മുറികളിൽ ഇരുന്ന് ശാന്തമായി പഠിക്കുന്ന അനുഭവമാണ്. പ്രിൻസിപ്പൽ അച്ഛൻ അഥവാ ബഹുമാനപ്പെട്ട പോൾ വർഗീസ് അച്ഛൻ അഥവാ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഒരു ദിവസം പൗരസ്ത്യ സഭകളുടെ, ഓർത്തഡോക്സ് സഭകളുടെ ആരാധനയിലുള്ള സംഗീതം തിരുമേനി ഒരു ഗാനം, തിരുമേനിയുടെ അന്നത്തെ ടേപ്പ് റെക്കോർഡറാണോ മറ്റേ ഏതോ യന്ത്ര ഉപകരണമാണെന്ന് അറിയില്ല, സംഗീതം കേട്ട് ആസ്വദിക്കുകയാണ്. 7 മണി കഴിഞ്ഞിട്ടും സംഗീതം നിൽക്കുന്നില്ല. ആ സമയത്ത് ഇതാ അതിശക്തനായ ഒരു ശബ്ദം, തിരുമേനിയുടെ ശക്തമായ ശബ്ദം തിരുമേനിയുടെ വാതിൽക്കൽ മുട്ടുകയാണ്. ഇത് മറ്റാരുമല്ല, ബർണാബാസ് തിരുമേനിയുടെ മുട്ടുന്ന ശബ്ദമാണ്. ഫാദർ KK മാത്യൂസ് എന്നാ പറയും അദ്ദേഹത്തിൻ്റെ പേര്. വാതിൽ മുട്ടി തുറന്നു കഴിഞ്ഞ് വാർഡനച്ഛൻ പറയുകയാണ്, കൊള്ളാം, സ്റ്റഡി ടൈം തുടങ്ങി, സംഗീതം നിർത്തണം എന്ന് സൗമ്യമായ ഭാഷയിൽ പറയുമ്പോൾ ഗ്രിഗോറിയോസ് തിരുമേനി ശിരസ് കുതിച്ചുകൊണ്ട് ഞാൻ അനുസരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നിഷ്കളങ്കമായി ആരുടെ അടുത്തും തിരുമേനിയുടെ മനസ്സ് വെട്ടിത്തുറന്ന് പറയാനുള്ള ആ നിർഭയത്വം
ചൈൽഡ് ലൈക്ക് ക്യാരക്ടർ എന്ന് പറയാം. അതുപോലുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാവം തിരുമേനിയിൽ ഏറെ ഉണ്ട്. ഞാൻ അതൊന്നും ഇവിടെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അഭിമന്യ തിരുമേനി നേരത്തെ ജോർജ് അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഈ പാമ്പാടി ദേറായിലേക്ക് തിരുമേനി കൊണ്ടുവരപ്പെട്ടു എന്നുള്ളത് ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഹിതമാണ്. അഭിമന്യ ഇവാനിയോസ് തിരുമേനി ഈ കാര്യത്തിൽ എടുത്ത തീരുമാനവും ഒരു ദൈവ നിയോഗമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു വാർദ്ധക്യത്തിൽ അഥവാ ഒരു രോഗ അവസ്ഥയിൽ ഒരാളെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അതൊരു പുണ്യമാണ്. എങ്കിൽ പോലും അത് ഒരു വലിയ ത്യാഗമാണ്. ഇത് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ പരിചരിച്ചിട്ടുള്ള 2 കുട്ടികളുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്, കുറിയാക്കോസും ഫിലിപ്പോസും. അവരെ സ്വന്തം അപ്പനെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ അധികമായി തിരുമേനി എന്ത് പറയുമ്പോഴും രാത്രിയെന്നോ പകലെന്നോ കണക്കിലെടുക്കാതെ ഈ പിതാവിനെ ശുശ്രൂഷിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പുണ്യം സ്വീകരിച്ചിട്ടുള്ള 2 കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്. അവരെ ഒരുപക്ഷെ നമ്മൾ ആരും കണ്ടെന്ന് വരികയും അഭിമന്യ ഇവാനിയോസ് തിരുമേനി ഇങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുകയും ആ വിധത്തിൽ ആ കുട്ടികളെ ഈ പരിചരണ കാര്യങ്ങളിൽ അവരെ നിയോഗിക്കുകയും ആ കുഞ്ഞുങ്ങൾ അത് അതുപോലെ നിറവേറ്റുകയും ചെയ്തു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിയോഗമാണെങ്കിൽ പോലും അത് ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരോടുള്ള കടപ്പാട്, മലങ്കര സഭയ്ക്കുള്ള കടപ്പാട്, വ്യക്തിപരമായിട്ടുള്ള കടപ്പാട് ഏറെ ഉണ്ട് എന്ന് ഈ തരുണത്തിൽ ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ താമസിച്ചിരുന്ന ബഹുമാനപ്പെട്ട മാത്തുക്കുട്ടിയച്ഛൻ, വർഗീസ് അച്ഛൻ, ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് വൈദികരൊക്കെ അഭിമന്യ ഇവാനിയോസ് തിരുമേനി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. ഈ വാർദ്ധക്യ കാലഘട്ടത്തിലെ അവരുടെ മനസ്സിന് ഇണങ്ങുന്ന വിധത്തിലെ ഒരു പരിചരണം നൽകാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് പ്രായമുള്ളവരോട് അവഗണന കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെടുകയും സമ്പാദിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്തിട്ട് പോലും ആ മാതാപിതാക്കളുടെ കാര്യത്തിൽ വേണ്ടതുപോലെ ഇന്ന് വർത്തമാന കാലഘട്ടത്തിലെ സമൂഹം അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് ഇന്ന് ഒരു ആഗോള വ്യാപകമായ മുറവിളിയാണ് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ പാമ്പാടി ദേറായി ഈ തിരുമേനി വിശ്രമിക്കുകയും തൻ്റെ അവസാന കാലഘട്ടത്തിലെ രോഗ അവസ്ഥയിലാണെങ്കിൽ പോലും വളരെ സന്തോഷത്തോടെ ഒരു പഴയകാല ഓർമ്മ പുതുക്കത്തക്കവണ്ണമുള്ള നിലയിൽ ജീവിതചര്യ നയിക്കാൻ തക്കവണ്ണം ഇടയാക്കുകയും ചെയ്തു എന്നുള്ളത് ഈ പരിചരണത്തിലെ ഒരു അനന്തരകരമായി ഞാൻ കാണുകയാണ്. അതുകൊണ്ട് ദീർഘമായിട്ട് ഞാൻ ഇവിടെ ഇതൊക്കെ ഇവിടെ കണ്ടിട്ടുള്ളതൊക്കെ അറിയാവുന്നതാണ്. അഭിമന്യ ഇവാനിയോസ് തിരുമേനിയുടെ ഈ വലിയ ഒരു മനസ്സിൻ്റെ മുൻപിലും മലങ്കര സഭയ്ക്ക് ഏറെ കടപ്പാടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ താമസിച്ച് ഇതിലെല്ലാം ചുമതലകൾ നിർവഹിച്ചിരുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും പ്രത്യേകിച്ച് സ്വന്തം പിതാവിനെ പോലെ ത്യാഗപൂർണമായി വാടാത്ത മുഖത്തോടുകൂടി തിരുമേനി എന്ത് ആഗ്രഹിക്കുമ്പോഴും അതൊക്കെ നിവർത്തിച്ചു കൊടുക്കാം. ഇന്ന ദിവസം പള്ളിയിൽ പോകണം, ഇന്ന് ഇന്നടത്തേക്ക് എന്നെ കൊണ്ടുപോകണം, ഇന്ന പള്ളിയിൽ പോയി പ്രസംഗിക്കണം, ഇന്ന യോഗത്തിൽ എനിക്ക് കടന്നു വരണം, ഇന്നടത്തേക്കൊക്കെ പോകണം, എന്ത് പറഞ്ഞാലും അതൊക്കെ ആ സമയം ആ നിമിഷം അത് സാധിപ്പിച്ചു കൊടുക്കുന്ന നിലയിൽ ഇവിടെ ഈ കുഞ്ഞുങ്ങളും ഇതിനോട് ബന്ധപ്പെട്ട വൈദികരും ഒക്കെ ഇടപെട്ടു പെരുമാറി. കഴിഞ്ഞ പരിശുദ്ധ സുന്നത ദിവസത്തിൽ അഭിമന്യ തിരുമേനി കടന്നു വന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൂടെ ആയിരുന്ന ദിവസമായിരുന്നു അത്. അവിടെ വന്നും 4-5 വാചകം പറഞ്ഞു. ഞങ്ങളൊക്കെ വളരെ ആദരവോടെ തിരുമേനിയുടെ മുൻപിൽ ശിരസ് നമിക്കുന്ന ഒരു പ്രതീതിയാണ് പ്രത്യേകിച്ച് എല്ലാ സഹോദര മെത്രാപ്പോലീത്തന്മാർക്കും ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ട ധാരാളം പിതാക്കന്മാരും
ഇന്ന് പരിശുദ്ധ സുന്നതോസിലുണ്ട്. പ്രത്യേകിച്ച് ആ തിരുമേനിയുടെ ജീവിതത്തിൻ്റെ മാതൃക അന്യം നിന്ന് പോകാതിരിക്കട്ടെ എന്ന് നേരത്തെ ജോർജ് അച്ഛൻ ഓർമ്മിപ്പിച്ചത് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും ഈ അഭിവന്യ തിരുമേനി ഇവാഞ്ചലിസ്റ്റ് തിരുമേനിയോട് ഇവിടെ ഈ ബർണാബാസ് തിരുമേനിയുടെ പരിചരണം ഏറ്റെടുത്ത് ഈ പാമ്പാടി നേരായി തിരുമേനിക്ക് അവസാന കാലഘട്ടത്തിൽ വളരെ സമാധാനത്തോടും സന്തുഷ്ടിയോടും കൂടി ജീവിക്കാൻ തക്കവണ്ണം എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത ഇവിടുത്തെ ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും പ്രത്യേകിച്ച് തിരുമേനി പരിചരിച്ച കുഞ്ഞുങ്ങളോടും, ഈ 2 കുഞ്ഞുങ്ങൾ കൂടാതെ മറ്റു കുഞ്ഞുങ്ങളും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടെങ്കിൽ അവരോടും ഒക്കെ ഉള്ള മലങ്കര സഭയുടെ സ്നേഹവും കടപ്പാടും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. മതങ്ങളിലെയും നേതാക്കൾ ഇവരൊക്കെയും വന്നിവിടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു. എല്ലാവരുടെയും പേര് എടുത്ത് ഇവിടെ പറയുന്നില്ല. അനുശോചനം അറിയിച്ച എല്ലാവരോടും കോട്ടയം വികാസത്തിൻ്റെതായ നന്ദി ഈ സമയം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ഏവരുടെയും സഹായവും സഹകരണവും തുടർന്നും ഉണ്ടാകണം എന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ യാത്ര ചോദിക്കുന്നതിനായി മൃതദേഹം മദ്ബഹായിലേക്ക് എടുക്കുക. Mabba
പരിശുദ്ധ ദേവാലയമേ, സമാധാനത്തോടെ വസിക്കുക. അനുഷ്ഠാനകനായ പുരോഹിത, സമാധാനത്തോടെ പോവുക. പരിശുദ്ധ പ്രധാനാചാര്യന്മാരെ, സമാധാനത്തോടെ വാസിക്കുക. പരിശുദ്ധ പുരോഹിത, സമാധാനത്തോടെ പോവുക. ദേവാലയങ്ങളുടെ മേലധികാരികളെ, സമാധാനത്തോടെ വാസിപ്പീൻ.
സത്യോപദേഷ്ടാവേ, സമാധാനത്തോടെ പോവുക. പിതാവേ, സന്തോഷമണവറയിൽ ഞങ്ങളങ്ങേ കാണുവാനിടയാകട്ടെ. രഥം പടിഞ്ഞാറ് വശത്ത് എത്തിച്ചേരേണ്ടതാണ്. മൃതദേഹം വഹിക്കാനുള്ള രഥം പടിഞ്ഞാറ് വശത്ത് എത്തിച്ചേരേണ്ടതാണ്. എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി അവരുടെ വാഹനങ്ങളിൽ പ്രവേശിക്കണം. അഭയഭവന്റെ അവിടെ മുതൽ ഇങ്ങോട്ട് വാഹനങ്ങൾ അണിനിരക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഏറ്റവും മുമ്പിൽ പൈലറ്റ് വാഹനം, അതിനു പുറകിൽ ദേവാലയങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ, അതിനു പുറകിൽ പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും വാഹനങ്ങൾ, അതിനു പുറകിൽ പത്രാപുരത്തന്മാരുടെ വാഹനങ്ങൾ, അതിനു പുറകിൽ കായിക സംഘം, അതിനു പുറകിൽ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള രഥം. ഈ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. എല്ലാവരും അവരവരുടേതായ സ്ഥാനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഓർമ്മിക്കുകയാണ്. അഭ്യർത്ഥന പട്ടമാസിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ ദേവാലയത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ അനുയാത്രയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും അവരവർക്കായി ക്രമീകരിച്ചിരിക്കുന്ന വാഹനങ്ങളിൽ പ്രവേശിച്ച് ഈ അനുയാത്ര ഏറ്റവും അനുഗ്രഹകരമായി തീരുമാനത്തക്കവണ്ണം സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹബുദ്ധിയ ഏവരോടും ഓർപ്പിക്കുന്നു. മൃതദേഹം പടിഞ്ഞാറ് വശത്ത് പോയി പരിശുദ്ധ പാമ്പാടത്തിന്മേലുള്ള കാബറിന്റെ മുമ്പിൽ വെച്ചാണ് രഥത്തിലേക്ക് കയറ്റുന്നത് എന്നുള്ള കാര്യം അറിയിക്കുന്നു. പടിഞ്ഞാറ് വശത്തോടെ പോയി പാമ്പാടത്തിന്മേലുള്ള കാബറിന്റെ മുമ്പിൽ വെച്ച് രഥത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്.
അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ? അവിടെ നിന്നാ മതി. നിങ്ങളെ നാത്ത് പിടിച്ചാൽ മതി. ഒരു കൈ മാത്രമേ നോക്കി. പിടിച്ചോളെ.
അതിന്റെ കിരണങ്ങളെ പുനരുദ്ധാന മഹാദിവസത്തിൽ മശിഹ തെളിയിക്കുന്നു. നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹം മൂലം നീതീകരണം നൽകുന്ന പരിശുദ്ധ മദ്ബഹായിൽ അവിടുന്ന് ശുശ്രൂഷിച്ചതിനാൽ മാലാഖമാർ വന്ന പരിപൂർണമായ സന്തോഷ സ്ഥലത്തേക്ക്